നമസ്കാരം. ഉത്തര കൊറിയയിൽ ഹാംബർഗേഴ്സ്, ഐസ്ക്രീം എന്നിവ നിരോധിച്ചുവെന്ന വാർത്ത കേട്ടതോടെ ഒരു രാജ്യം ആഹാരം നിരോധിക്കുമോ എങ്കിൽ കാരണം എന്ത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു. യഥാർത്ഥത്തിൽ ഉത്തര കൊറിയയിൽ ഹാംബർഗേഴ്സ്, ഐസ്ക്രീം തുടങ്ങിയ വാക്കുകളാണ് കിം ജോങ് ഉൻ നിരോധിച്ചത്, ഭക്ഷണ പദാർത്ഥങ്ങളെയല്ല. വിദേശ സാംസ്കാരിക സ്വാധീനത്തിനെതിരായ വിശാലമായ നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ രാഷ്ട്രത്തിൽ നിന്ന് നിരോധിച്ചത് എന്നാണ് വിശദീകരണം. ഹാംബർഗേഴ്സ്, ഐസ്ക്രീം തുടങ്ങിയ ഇനങ്ങൾക്ക് വിദേശ പദങ്ങൾ ഉപയോഗിക്കുന്നത് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ നിരോധിച്ചതായാണ് സമീപകാല റിപ്പോർട്ടുകൾ പറയുന്നത്. ദക്ഷിണ കൊറിയൻ ഭാഷയുടെയും സംസ്കാരത്തിനുമൊക്കെ എതിരെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തിനെതിരെയാണ് ഈ നടപടി. ഇതിലൂടെ ഉത്തര കൊറിയയുടെ ദേശീയ പ്രത്യയശാസ്ത്രം സംരക്ഷിക്കാനും സ്വത്വം സംരക്ഷിക്കാനും സാധിക്കുമെന്നാണ് കിമ്മിന്റെ വാദം. വിദേശ സാംസ്കാരിക സ്വാധീനം ഇല്ലാതാക്കൽ, പുറത്തുള്ള ആശയങ്ങളിൽ നിന്നും ഉത്തര കൊറിയക്കാരെ സംരക്ഷിക്കുന്നതിനും ഭാഷ ഉൾപ്പെടെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും സ്ഥാപിക്കുന്നതിനുമുള്ള ദീർഘകാല പ്രചരണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രചാരമുള്ള ഇംഗ്ലീഷ് വാക്കുകളുടെ നിരോധനം. ഇത്തരത്തിലുള്ള പദാവലി നിർദ്ദേശിക്കുന്നതിലൂടെ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്നും അവർ ഏതൊക്കെ സാംസ്കാരിക ആശയങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നുവെന്നും സർക്കാരിന് മനസ്സിലാക്കാൻ സാധിക്കുമത്രേ. വിദേശ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ ഉള്ള കടുത്ത ശിക്ഷകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സാമൂഹിക നിയന്ത്രണം കർശനമാക്കി നടപ്പിലാക്കുന്ന രാഷ്ട്രമാണ് ഉത്തര കൊറിയ. ഇത്തരത്തിലുള്ള നിരവധി നടപടികളുടെ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് ജനകീയമായി ഇത്തരം ഭാഷകൾക്ക്, വാക്കുകൾക്ക് ഈ രാഷ്ട്രത്തിൽ നിരോധനം ഏർപ്പെടുത്തുന്ന ഈ നടപടി. വിദേശം ഭാഷയിൽ നിന്ന് കടമെടുത്ത വാക്കുകളിൽ നിന്ന് മുക്തമാക്കേണ്ടതുണ്ട് ഉത്തര കൊറിയ എന്നാണ് അധികാരികൾ പറയുന്നത്. അതിനായി ശുദ്ധമായ കൊറിയൻ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പ്രചരണം നടക്കേണ്ടതുണ്ട് എന്നും ഉത്തര കൊറിയയുടെ അധികാരി കിം ജോങ് ഉൻ പറയുന്നുണ്ട്. എന്തായാലും പരിചിതമായ വിദേശ പദങ്ങളെ സംസ്ഥാനത്ത്, അതായത് ആ രാഷ്ട്രം അംഗീകരിച്ച ബദൽ വാക്കുകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. ദേശീയ സ്വത്വവും സ്വാശ്രയത്വവും ജനങ്ങൾക്കിടയിൽ ആ ബോധം ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഹാംബർഗർ എന്നതിന് ഡബിൾ ബ്രെഡ് ഗ്രൗണ്ട് ബീഫ് എന്നർത്ഥത്തിൽ ഡാജിൻ ഗോഗി ഗ്യോപ്യാങ് എന്ന കൊറിയൻ വാക്കാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഐസ്ക്രീം എന്നതിന് പുതിയ പദമായി ഐസ് മിഠായി എന്നർത്ഥം വരുന്ന എസിക്കുമോ അല്ലെങ്കിൽ ഇയോഴെങ് ബോസംഗി എന്ന കൊറിയൻ വാക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഭാഷാ നിരോധനത്തിലൂടെ ജനങ്ങൾക്ക് മേൽ പൂർണ്ണമായ മേധാവിത്വമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നിരവധി റിപ്പോർട്ടുകൾ പ്രകാരം അടിച്ചമർത്തൽ വളരെ ശക്തമാണ്. ഉത്തര കൊറിയയിൽ അധികാരികൾ വീടുകൾ റെയ്ഡ് ചെയ്യുകയും ദക്ഷിണ കൊറിയൻ നാടകങ്ങൾ കാണുകയോ വിദേശ സംഗീതം കേൾക്കുകയോ ചെയ്യുന്ന ആളുകളെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഹെയർ സ്റ്റൈലുകളിലും വസ്ത്രങ്ങളിലും അടക്കം എന്താണോ രാഷ്ട്രം പറയുന്നത് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെയും കർശനമായ ശിക്ഷകൾ അവിടെ ദിനംപ്രതി നടക്കുന്നുണ്ട് എന്നാണ് നിരവധി സ്രോതസ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും മുതലാളിത്ത കുറ്റവാളികൾ എന്നാണ് ഇത്തരത്തിലുള്ള ആളുകളെ മുദ്ര കുത്തുന്നത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വരുന്ന ആളുകൾ വിദേശ പദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാനം അംഗീകരിച്ച അംഗീകൃത പദാവലികൾ പഠിക്കേണ്ടതുണ്ട് എന്നൊരു ഗതികേടിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത്. വിദേശ സ്വാധീനത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാവാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്ന ചെറുപ്പക്കാരായ ഉത്തര കൊറിയക്കാരാണ് പലപ്പോഴും ഈ അടിച്ചമർത്തലുകൾക്കൊക്കെ ഇരകളാവുന്നത് എന്നാണ് യാഥാർത്ഥ്യം. എന്തായാലും ഐസ്ക്രീമും ഹാംബർഗറും നിരോധിച്ചിട്ടില്ല. ആ വാക്കുകൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ വാക്കുകൾ എടുത്തു കളയുക മാത്രമാണോ ഉത്തര കൊറിയയിൽ ചെയ്തത്?